ദുബായി പോവാണ്. അപ്പോൾ ഈ 2 ദിവസം ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ, അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്താണ്. എന്താണ് ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ? മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവുമില്ല. അത് ഇപ്പോൾ UDF യോഗം ജാഥൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിക്കാണ് ഒന്നലെയും പറഞ്ഞതാണല്ലോ, അത് ശക്തമായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ്. അത് ഇനി എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ? പിന്നോട്ട് പോയി എന്നുള്ളൊരു ചർച്ച പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട, അതാണ് കുഴപ്പം. ഞങ്ങളൊരു പുറകോട്ട് പോയില്ല. ഞങ്ങൾ വളരെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ വർത്തമാനം തന്നെ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കോൺഗ്രസ് തരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, അതൊരു സുഖമുള്ള കാര്യമല്ല. കാരണം നിങ്ങളൊന്ന് വന്നു, ഞങ്ങളത് വിലയിരുത്തി. നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ വ്യക്തമായി പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ. കാലതാമസം വല്ലാതെ വരുന്നുണ്ടോ? കാലതാമസമില്ലല്ലോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എല്ലാ പാർട്ടികളും 26, 27, 27 തീയതിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ നേരത്തെ തന്നെ കൺവെൻഷനൊക്കെ നേരത്തെ ആരംഭിച്ച ഒരു പാർട്ടി കൂടിയാണ് ലീഗ്. അപ്പോൾ ഈ ഒരു അപ്പോൾ നീണ്ടുപോകുന്ന അതിനെ ബാധിക്കുന്നുണ്ട്. കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. UDF ചില ഘടകകക്ഷികൾ സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചു. അപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ഇന്നലെയും പറഞ്ഞു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല. CPM പ്രഖ്യാപിച്ചില്ല, കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല, ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളിലും പ്രഖ്യാപിച്ചത് ഇന്നലെ കൂടെ പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചുള്ളവർ പറഞ്ഞു, ഒന്നിലധികം സ്ഥാനാർത്ഥികളിലും പറഞ്ഞിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു. നിങ്ങൾ വെറുതെ ആളുകളുടെ ഇടയിൽ അല്ലാതെ ഒന്നുമല്ല. എല്ലാ പാർട്ടികളും വെച്ചിരിക്കുന്നത് 27-ാം തീയതിക്ക് ശേഷമാണ്. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് 26, 27 കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ്. സമയമാകുമ്പോൾ ഞങ്ങളും പറയും. ഞങ്ങളുടെ നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഈ പറയുന്നത് മലയാളത്തിലാണ്. നിങ്ങൾ അങ്ങനെ കൊടുത്ത ആളുകൾ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മീറ്റിംഗ് എന്നാണ് ഡേറ്റ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അടുത്ത മീറ്റിംഗിന്റെ ഡേറ്റ് എന്തെങ്കിലും? ഇല്ലെങ്കിൽ തങ്ങൾ 26-ാം തിരിച്ചു വന്നിട്ട് മീറ്റിംഗ് 26-ാം തീയതി ഇന്ന് UDF നേതൃത്വമായി എന്തെങ്കിലുമൊക്കെ കോൺഗ്രസ് അവരുടെ ചർച്ചയൊക്കെ മൊബൈൽ ഫോണിലൂടെ നടന്നു. നിങ്ങൾ നല്ലത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നല്ലത്.